നമസ്കാരം. കേരളത്തിന് വെളിച്ചമായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് ഇന്ന് 50 വയസ്സ് തികയുകയാണ്. 5 ദശാബ്ദങ്ങൾ പിന്നിടുന്ന ഒരു പദ്ധതി, ഒരു സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾ മാറ്റിമറിച്ച അതിബൃഹത്തായ കാഴ്ചപ്പാട്. മലമടക്കുകളിൽ ഇന്നും മുഴങ്ങുന്ന പ്രഖ്യാപനം രാജ്യത്തിന് സമർപ്പിക്കുന്നു. 1976 ഫെബ്രുവരി മാസം 12-ാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വാക്കുകൾ ഇടുക്കിയുടെ മലമടക്കുകളിൽ ഇന്നും പ്രതിധ്വനിക്കുന്നു. 1932 ഇടുക്കി അണക്കെട്ട് എന്ന ആശയം ആദ്യമായി ഉയരുന്നത്. മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന WJ ജോൺ ഇടുക്കിയിലെ ഘോര വനങ്ങളിൽ നായാട്ടിന് എത്തിയതോടെയാണ് ഈ ആശയം രൂപം കൊള്ളുന്നത്. നായാട്ടിനിടയിൽ കൊലുമ്പൻ എന്ന ആദിവാസിയെ ഇദ്ദേഹം കണ്ടുമുട്ടി. പിന്നീട് മുന്നോട്ടുള്ള യാത്രയിൽ കൊലുമ്പനെയും കൂടെ കൂട്ടി. കൊലുമ്പൻ കുറവൻ കുറത്തി മലകൾക്കിടയിലൂടെ ഒഴുകുന്ന പെരിയാറിനെ ജോണിന് കാണിച്ചു കൊടുത്തു. ഇത് ജോണിനെ ഏറെ ആകർഷിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇവിടെ ഒരു അണക്കെട്ട് നിർമ്മിച്ചാൽ അത് വൈദ്യുതോൽപാദനത്തിനും ജലസേചനത്തിനും ഏറെ പ്രയോജനമാകും എന്ന് ജോണിന്റെ മനസ്സിൽ ആശയം ഉദിക്കുന്നത്. പിന്നീട് ജോൺ എഞ്ചിനീയറായ തന്റെ സഹോദരനെയും കൂട്ടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തിരുവിതാംകൂർ ഗവൺമെന്റിന് സമർപ്പിച്ചു. 1937 ഇറ്റലിക്കാരായ അഞ്ചമോ ഒമേദയോ ക്ലാന്തയോ മാസലെ എന്നീ 2 എഞ്ചിനീയർമാർ ഇവിടെ അണക്കെട്ട് നിർമ്മിക്കുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഈ റിപ്പോർട്ട് അംഗീകരിക്കപ്പെടുകയുണ്ടായില്ല. പിന്നീട് രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1960-കൾക്ക് ശേഷമാണ് ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തെക്കുറിച്ച് ഗവൺമെന്റുകൾ ഗൗരവമായി ചിന്തിക്കുന്നത്. 1970-കളിൽ കേരളം കടുത്ത വൈദ്യുതി ക്ഷാമം നേരിട്ടിരുന്ന കാലം, വികസനം സ്വപ്നം പോലെ തോന്നിയിരുന്ന സമയം. ആ കാലഘട്ടത്തിലാണ് ഇടുക്കി അണക്കെട്ട് ഉയരുന്നത്. കുറഞ്ഞ ചെലവിൽ ഉയർന്ന ദീർഘവീക്ഷണത്തോടെ രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയായിരുന്നു ഇടുക്കി ജലവൈദ്യുത പദ്ധതിയും ഇടുക്കിയിലെ അണക്കെട്ടും. ആർച്ച് ഡാം മാതൃകയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നായിരുന്നു ഇടുക്കിയിലേത്. ചെറുതോണി, കുളമാവ്, ഇടുക്കി എന്നീ 3 അണക്കെട്ടുകൾ ചേർന്ന് ഒരുക്കിയ അതിബൃഹത്തായ പദ്ധതി. പശ്ചിമഘട്ടത്തിന്റെ ഹൃദയത്തിൽ നിർമ്മിച്ച വൈദ്യുതി കോട്ട എന്ന് പറയാവുന്ന ഈ പദ്ധതി കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്കും IT പാർക്കുകൾക്ക് മുതൽ വീടുകളിലെ ഓരോ ബൾബുകളും വെളിച്ചമേകുന്നതുവരെയുള്ള പങ്ക് അനന്തമാണ്. ഭൂമിക്കടിയിൽ മനുഷ്യൻ നിർമ്മിച്ച വിസ്മയമാണ് ഇടുക്കി പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയമാണ് മൂലമറ്റത്തേത്. ഇടുക്കി അണക്കെട്ടിന് 46 കിലോമീറ്റർ അകലെ നാടുകാണി മലയുടെ താഴ്വാരത്ത് 1.5 കിലോമീറ്റർ ദൂരത്തിൽ പാറ തുരന്ന് കുതിര ലാടത്തിന്റെ ആകൃതിയിൽ 7 നിലകളിലായിട്ടാണ് പവർ ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. 839 മീറ്റർ ഉയരമുള്ള കുറവൻ മലയെയും 925 മീറ്റർ ഉയരമുള്ള കുറത്തി മലയെയും കൂട്ടിയിണക്കി പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി അണക്കെട്ടിന് രൂപം നൽകിയിരിക്കുന്നത്. 60 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ജലസംഭരണിയാണ് ഇടുക്കി അണക്കെട്ടിലേത്. ആദ്യഘട്ടത്തിൽ 15,000-ഓളം തൊഴിലാളികൾ ജോലി ചെയ്ത പദ്ധതിക്കിടയിൽ 85 പേരാണ് അപകടത്തിലും മറ്റും പെട്ട് ഇവിടെ മരണമടഞ്ഞതായി കണക്കാക്കുന്നത്. ഇടുക്കി അണക്കെട്ട് കേരളത്തിന്റെ വികസന പാതയിൽ ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു. ഇടുക്കി അണക്കെട്ട് ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ വികസനം എന്താകുമായിരുന്നു എന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇത് ഒരു എഞ്ചിനീയറിംഗ് വിജയം മാത്രമല്ല, രാഷ്ട്രീയ ദീർഘവീക്ഷണത്തിന്റെ ഉദാഹരണവും കൂടിയാണ്. കേന്ദ്ര സംസ്ഥാന ഏകോപനം, അന്നത്തെ നേതാക്കളുടെ ധീരമായ തീരുമാനം, ജനങ്ങളുടെ വിശ്വാസം, ഇത് എല്ലാം കൂടി ഒത്തുചേർന്നപ്പോഴാണ് ഇടുക്കി അണക്കെട്ടും ജലവൈദ്യുത പദ്ധതിയും എന്ന അത്ഭുതം യാഥാർത്ഥ്യമായത്. പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞ വാക്കുകൾ ഈ പദ്ധതി കേരളത്തിന്റെ വികസനത്തിന് പുതിയ വെളിച്ചം നൽകും എന്നാണ്. ആ വാക്കുകൾ വെറും വാക്കുകളായിരുന്നില്ല, അത് ഇന്ന് ചരിത്രമാകുന്നു. ഇടുക്കി കേവലം ഒരു അണക്കെട്ട് മാത്രമല്ല, കേരളത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ്. ആ അണക്കെട്ടിന് 50 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇന്ന് സംസ്ഥാനത്ത് കാണുന്ന വ്യാവസായികവും അല്ലാത്തതുമായ വൻ വികസനത്തിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പങ്ക് നമുക്ക് മാറ്റി നിർത്താനാവില്ല.